വീട്ടിൽ ഐശ്വര്യം നിറച്ച് ദാരിദ്ര്യം ഇല്ലാതെയാക്കാൻ ഇത് ചെയ്യൂ. ഒരു വീടിന്റെ ഐശ്വര്യം എന്നത് കേവലം പണമല്ല, മറിച്ച് അവിടെ വസിക്കുന്നവരുടെ മനസ്സമാധാനവും സന്തോഷവുമാണ്. ഹൈന്ദവ ധർമ്മപ്രകാരം മഹാലക്ഷ്മി വസിക്കുന്നിടത്താണ് ദാരിദ്ര്യം പടിവാതിൽക്കൽ നിൽക്കാത്തത്. ഐശ്വര്യത്തിന്റെ ദേവതയായ മഹാലക്ഷ്മി വീട്ടിലേക്ക് എഴുന്നള്ളുന്നത് പ്രഭാതവേളയിലാണ്. സൂര്യോദയത്തിനു മുൻപ് വീട് ഉണരണം. സൂര്യോദയത്തിനു ശേഷവും ഉറങ്ങുന്നത് വീട്ടിൽ അലക്ഷ്മി പ്രവേശിക്കാൻ കാരണമാകുമെന്ന് പറയപ്പെടുന്നു. പ്രഭാതത്തിൽ ഉമ്മറവാതിൽ തുറന്നിടുന്നത് പ്രപഞ്ചത്തിലെ പോസിറ്റീവ് ഊർജത്തെ അകത്തേക്ക് ക്ഷണിക്കലാണ്. ദീപം ലക്ഷ്മി എന്നാണ് പറയപ്പെടുന്നത്. സന്ധ്യാസമയത്ത് വീടിന്റെ ഉമ്മറത്തും പൂമുഖത്തും നിലവിളക്ക് കൊളുത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ്. സന്ധ്യാനേരത്ത് ഉറങ്ങുന്നതോ ഭക്ഷണം കഴിക്കുന്നതോ കലഹിക്കുന്നതോ ഐശ്വര്യക്കേടാണ്. ഭക്തിപൂർവം നാമം ജപിക്കുന്ന വീട്ടിൽ ദാരിദ്ര്യം അധികകാലം തങ്ങില്ല. വിളക്ക് കൊളുത്തുമ്പോൾ എള്ളെണ്ണയോ നെയ്യോ ഉപയോഗിക്കുന്നത് കൂടുതൽ ഉത്തമമാണ്. അടിച്ചുവാരാത്ത മുറ്റവും മാറാല പിടിച്ച വീടിന്റെ മൂലകളും ദാരിദ്ര്യത്തെ ക്ഷണിച്ചുവരുത്തും. വീടിന്റെ വടക്കുകിഴക്കു ഭാഗം, അതായത് ഈശാനകോൺ, എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കും. പൂജാമുറിയും അടുക്കളയും അങ്ങേയറ്റം ശുദ്ധിയോടെ പരിപാലിക്കുന്നത് വീട്ടിലെ അന്നത്തിനു മുട്ടുണ്ടാകാതിരിക്കാൻ സഹായിക്കും. പഴയകാലം മുതലേ ഭാരതീയർ വിശ്വസിച്ചു പോരുന്നത് അതിഥിദേവോഭവ എന്നാണ്. പടിക്കൽ വരുന്ന ഒരു ജീവിയെപ്പോലും വിശപ്പടക്കാതെ മടക്കി അയക്കരുത്. ഉറുമ്പിനോ പക്ഷികൾക്കോ അല്പം ആഹാരം നൽകുന്നതോ ഒരു പാവപ്പെട്ടവൻ ഒരു നേരം വയറുനിറയെ ആഹാരം നൽകുന്നതോ വലിയ പുണ്യമാണ്. ഇത് നമ്മുടെ പൂർവജന്മ പാപങ്ങൾ കഴുകികളയുകയും കുടുംബത്തിൽ സമൃദ്ധി നിറയ്ക്കുകയും ചെയ്യും. എത്ര നാര്യസ്തു പൂജ്യന്തതേ രമന്തതേ തത്ര ദേവദാഹ എന്ന പ്രമാണം ഓർക്കൂ. എവിടെ സ്ത്രീകൾ ആദരിക്കപ്പെടുന്നുവോ അവിടെ ദൈവങ്ങൾ വസിക്കുന്നു എന്നാണ് പ്രമാണം. ഒരു വീടിന്റെ ഐശ്വര്യം അവിടുത്തെ സ്ത്രീകളാണ്. അമ്മയോടും ഭാര്യയോടും സഹോദരിമാരോടും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുന്ന വീട്ടിൽ മഹാലക്ഷ്മി എപ്പോഴും കുടികൊള്ളും. സ്ത്രീകളുടെ കണ്ണുനീർ വീഴുന്നിടത്ത് എത്ര സമ്പത്തുണ്ടായാലും അത് നിലനിൽക്കില്ല. ദൈവാനുഗ്രഹം മാത്രം പോരാ, അതിനൊപ്പം നമ്മുടെ പ്രയത്നവും വേണം. കർമ്മണി വാധികാരസ്ഥേ മാലേഷു കഥാചൻ എന്ന ഭഗവത്ഗീത വചനം ഓർക്കുക. അലസത വെടിഞ്ഞ് കർമ്മം ചെയ്യൂ. ഒപ്പം സന്ധ്യാസമയത്ത് കനകധാരാ സ്തോത്രമോ മഹാലക്ഷ്മി അഷ്ടകമോ ജപിക്കുന്നത് സാമ്പത്തിക തടസ്സങ്ങൾ മാറാൻ സഹായിക്കും.